നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രസവിച്ച മണിക്കൂറുകൾക്കകം പ്രവാസി യുവതി ചോരക്കുഞ്ഞിനെ എറിഞ്ഞു കൊന്നു. അറബ് പൗരന്റെ വീട്ടിലെ ജോലിക്കാരിയായ യുവതിയാണ് ഈ കൊടും ക്രൂരത ചെയ്തത്. കുവൈത്തിൽ നടന്ന സംഭവത്തെക്കുറിച്ച് സുരക്ഷാ വൃത്തങ്ങളെ ഉദ്ധരിച്ച് പ്രാദേശിക മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വീട്ടുടമയും ഭാര്യയും പുറത്തുപോയി തിരികെ വന്നപ്പോഴാണ് കുഞ്ഞിന്റെ കരച്ചിൽ ഇവർ കേൾക്കുന്നത്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ചോരക്കുഞ്ഞിന്റെ ശരീരം വീട്ടുമുറ്റത്ത് കിടക്കുന്ന ആ നടുക്കുന്ന കാഴ്ച ഇവർ കാണുന്നത്. കുവൈറ്റ് പൗരന്റെ വീട്ടിൽ ഗാർഹിക തൊഴിലാളിയായി ജോലി ചെയ്യുന്ന ഫിലിപ്പൈൻസ് സ്വദേശിയാണ് ക്രൂരകൃത്യം ചെയ്തത് എന്ന് അറബ് ടൈംസ് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. വീട്ടുടമയും ഭാര്യയും പുറത്തുപോയി തിരികെ വന്നപ്പോൾ ഈ വീട്ടുജോലിക്കാരിയെ കണ്ടിരുന്നില്ല. വീടിന്റെ 2ാം നിലയിൽ താമസിക്കുന്ന ഇവരെ വിളിച്ചു നോക്കിയെങ്കിലും മറുപടിയൊന്നും കിട്ടാതായപ്പോൾ ഇരുവരും മുകളിലേക്ക് ചെന്ന് അന്വേഷിച്ചു. എന്നാൽ അടച്ചിട്ട വാതിലിനപ്പുറം ഒരു കുഞ്ഞിന്റെ കരച്ചിലാണ് ഇരുവർക്കും കേൾക്കാനായത്. പരിഭ്രാന്തരായ വീട്ടുടമയും ഭാര്യയും വാതിൽ ബലമായി തുറന്ന് അകത്തേക്ക് കടന്നു. കരഞ്ഞ് അവശയായിരുന്ന ജോലിക്കാരിയുടെ ശരീരത്തിലും മുറിയിലും രക്തം പറ്റിപ്പിടിച്ചിരുന്നു. എന്നാൽ മുറിയിൽ എവിടെയും കുഞ്ഞിനെ കാണാൻ സാധിച്ചതുമില്ല. മുറിയുടെ ജനൽ തുറന്നു കിടക്കുന്നത് കണ്ട് അതിലൂടെ വീട്ടുടമ പുറത്തേക്ക് നോക്കിയപ്പോഴാണ് കുഞ്ഞിന്റെ ശരീരം വീട്ടുമുറ്റത്ത് കിടക്കുന്നത് കണ്ടത്. ഉടൻ തന്നെ പോലീസിൽ വിവരം അറിയിക്കുകയും ചെയ്തു. അധികൃതർ സ്ഥലത്തെത്തി യുവതിയെ ആശുപത്രിയിലേക്ക് മാറ്റി. കുഞ്ഞ് മരണപ്പെട്ടതായി പാരാമെഡിക്കൽ ജീവനക്കാർ സ്ഥിരീകരിക്കുകയും ചെയ്തു. സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. അതേസമയം കുവൈത്തിൽ വീട്ടുകാരറിയാതെ രഹസ്യവിവാഹം ചെയ്ത ഒരു യുവതിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് നടന്ന അന്വേഷണത്തിൽ പുറത്തുവന്നത് അരുംകൊലയുടെ നടുക്കുന്ന വിവരങ്ങളാണ്. യുവതിയെ കൊലപ്പെടുത്തിയ ശേഷം ശരീരഭാഗങ്ങൾ 20 കഷണങ്ങളാക്കി വിവിധയിടങ്ങളിൽ ഉപേക്ഷിച്ച കുവൈത്തി പൗരൻ അറസ്റ്റിലായി. കഴിഞ്ഞ ഒക്ടോബർ മാസം മുതൽ ഈ യുവതിയെ കാണാനില്ലെന്ന് ചൂണ്ടിക്കാട്ടി സഹോദരി അടുത്തിടെ പോലീസിനെ സമീപിക്കുകയായിരുന്നു. തന്റെ സഹോദരിയെ കാണാനില്ലെന്ന് ഇവർ നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതോടെയാണ് അരുംകൊലയുടെ വിവരങ്ങൾ പുറം ലോകം അറിയാൻ ഇടയായത്. നേരത്തെ വിവാഹിതയായിരുന്ന സ്ത്രീ പിന്നീട് വിവാഹമോചനം നേടുകയും ഒറ്റയ്ക്ക് താമസിക്കുകയുമായിരുന്നു. അടുത്തിടെ തന്റെ 2 മക്കളുടെ വിവാഹം നടന്നപ്പോൾ സഹോദരി എത്തിയില്ലെന്നും അതാണ് സംശയം തോന്നാൻ കാരണമെന്നും ഇവർ പരാതിയിൽ പറഞ്ഞു. ഭർത്താവുമായി വേർപിരിഞ്ഞ ശേഷം ഇവർ മറ്റൊരു കുവൈത്തി പൗരനെ രഹസ്യമായി വിവാഹം ചെയ്തിരുന്നുവെന്നും അക്കാര്യം തനിക്കല്ലാതെ മറ്റ് ബന്ധുക്കൾക്കൊന്നും അറിയില്ലെന്നായിരുന്നു പരാതിക്കാരി അറിയിച്ചതാണ് കേസിൽ നിർണായകമായത്. പോലീസ് ഉടൻ തന്നെ 2ാം ഭർത്താവിനെ ചോദ്യം ചെയ്തു. എന്നാൽ ഭാര്യയെക്കുറിച്ച് യാതൊരു വിവരവുമില്ലെന്നും കുറച്ചുനാൾ മുൻപ് സ്വന്തം വീട്ടിലേക്ക് പോകുന്നുവെന്ന് പറഞ്ഞ് തന്റെ അടുത്ത് നിന്ന് പോയതാണെന്നും പിന്നീട് മടങ്ങി വന്നിട്ടില്ലെന്നുമാണ് ഇയാൾ പറഞ്ഞത്. എന്നാൽ ഭർത്താവിന്റെ മറുപടിയിൽ സംശയം തോന്നിയ പോലീസ് ഇയാളെ വിശദമായി ചോദ്യം ചെയ്തു. മൊബൈൽ ഫോൺ പരിശോധിച്ചപ്പോൾ കാണാതായ യുവതിയെ ഇയാൾ ഒക്ടോബറിന് ശേഷം വിളിച്ചിട്ടേ ഇല്ലെന്ന് കണ്ടെത്തി. ഇതോടെ തിരോധാനത്തിൽ ഇയാൾക്ക് പങ്കുണ്ടെന്ന് പോലീസ് ഉറപ്പിച്ചു. പിന്നീടുള്ള ചോദ്യം ചെയ്യലിൽ കൊലപാതകം നടത്തിയതായി ഇയാൾ സമ്മതിക്കുകയായിരുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.